നമസ്കാരം, ന്യൂസ് കടയിലേക്ക് സ്വാഗതം. എത്രയെത്ര മനോഹരവും വ്യത്യസ്തമായ പ്രതിഷേധങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് നേരെ കൊണ്ടുവരുന്നത്. കറുപ്പ് കണ്ട നമ്മുടെ പിണറായി സർക്കാരിന് ഹാലിളകും. എന്നാ പിന്നെ തന്റെ കറുത്ത അടിവസ്ത്രം കരിങ്കൊടിയായി കാണിച്ചു തന്നെ പ്രതിഷേധിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് മറിയക്കുട്ടി എന്ന ധീര വനിത. പെൻഷൻ കിട്ടാത്തതിൽ പിച്ചുചട്ടിയുമായി റോഡിലിറങ്ങി പ്രതിഷേധിച്ച മറിയക്കുട്ടിയെ നമ്മൾ ആരും മറന്നു കാണില്ല. അതേ മറിയക്കുട്ടി തന്നെയാണ് ഈ വ്യത്യസ്തമായ പ്രതിഷേധത്തിന് പിന്നിൽ. പിണറായി വിജയനെതിരെയും കേരളത്തിലെ കുത്തഴിഞ്ഞ ഭരണത്തിനെതിരെയും ശക്തമായി രംഗത്തിറങ്ങി പ്രതിഷേധിച്ച ആളാണ് മറിയക്കുട്ടി എന്ന ഇടുക്കിക്കാരി. കഴിഞ്ഞ മാസം പിച്ചച്ചട്ടിയുമായി പ്രതിഷേധിച്ചെങ്കിൽ ഇപ്പോൾ പെൻഷനു വേണ്ടി കറുപ്പ് കണ്ടാൽ ഹാലിളകുന്ന പിണറായിക്ക് നേരെ തന്റെ കറുത്ത അടിവസ്ത്രം കാണിച്ചിരിക്കുകയാണ്. ഇത് വെറും കൊടിയല്ല, മുഖ്യമന്ത്രിക്ക് നേരെയുള്ള കരിങ്കൊടിയാണെന്നാണ് മറിയക്കുട്ടി പറഞ്ഞത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രായമായ ഭാര്യ ഒരുങ്ങി നടക്കുന്നത് പോലെ മറ്റുള്ളവർക്കും ഒരുങ്ങി നടക്കണ്ടേ, അതിന് പെൻഷൻ എവിടെയെന്നും ചോദിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. നല്ല ഭക്ഷണമെല്ലാം കഴിച്ചാൽ ഞങ്ങളും പിണറായിയുടെ ഭാര്യയെ പോലെയാകുമെന്നും 1 മാസത്തെ പെൻഷൻ മാത്രമേ ഇതുവരെ തന്നിട്ടുള്ളൂവെന്നും 5 മാസത്തെ ഒരുമിച്ച് വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ട് എവിടെയെന്നും ചോദിക്കുകയാണ്. കൂടാതെ പിണറായിയെ മടുത്തു, മറ്റൊരു അധികാരി വരട്ടെ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളുണ്ടോ എന്ന് നോക്കട്ടെ എന്നുമെല്ലാം വെല്ലുവിളിച്ചായിരുന്നു പ്രതിഷേധം. സാമൂഹിക തിന്മകൾക്കെതിരെ ചെറുപ്പം മുതലേ മുഖം നോക്കാതെ അഭിപ്രായം പറഞ്ഞിരുന്ന ആളാണ് മറിയക്കുട്ടി. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് എന്നാണ് വിളിപ്പേര്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് മറിയക്കുട്ടിയും സുഹൃത്ത് പൊളിഞ്ഞമ്പലം താണിക്കുഴിൽ അന്ന ഔസേപ്പും കഴിഞ്ഞ മാസം 7-നായിരുന്നു മൺചട്ടിയുമായി അടിമാലി ടൗണിൽ ഭിക്ഷയാചിച്ച് പ്രതിഷേധാത്മകമായി സമരം നടത്തിയത്. വിധവാ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, പാവങ്ങളോട് നീതി കാണിക്കുക, പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാതിരിക്കുക, കറണ്ട് ബില്ല് അടയ്ക്കാൻ നിവർത്തിയില്ല തുടങ്ങിയ കാര്യങ്ങൾ എഴുതിയ ബോർഡുമായിട്ടായിരുന്നു സമരം. സർക്കാർ പെൻഷനായി നൽകുന്ന 1600 രൂപയ്ക്ക് വേണ്ടിയായിരുന്നു വയോധിക തെരുവിലിറങ്ങിയത്. ഇവരുടെ ഈ പ്രവൃത്തിക്ക് മുന്നിൽ CPIM കുറേയധികം വാദങ്ങൾ ഉയർത്തുകയും അതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകരുകയും ചെയ്തിരുന്നു. അന്ന് തനിക്കെതിരെ നടന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരുന്നു മറിയക്കുട്ടി. കോടതി ഇടപെട്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തടയണമെന്നും കൃത്യമായി പെൻഷൻ നൽകാൻ നടപടി ഉണ്ടാകണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ ഒരു മാറ്റവും സംഭവിക്കുന്നതിനെ തുടർന്നാണ് പിന്നെയും വെറൈറ്റി പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയത്. കൂടാതെ മറിയക്കുട്ടിക്കൊപ്പം മറ്റൊരു വ്യത്യസ്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ തരംഗമാകുന്നത്. നവകേരള സദസ്സിന് നേരെ പല ഭാഗത്തും പലതരത്തിലും പ്രതിഷേധങ്ങളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ റോഡിലിറങ്ങി കരിങ്കൊടി വീശി പോലീസിന് തല്ലുകൊള്ളാനൊന്നും വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടി നൽകിയ നികുതി പണം ഉപയോഗിച്ചുണ്ടാക്കിയ നവകേരള പോസ്റ്ററിൽ ചാണകം വാരിയെറിഞ്ഞ് പ്രതിഷേധിച്ചിരിക്കുകയാണ് പ്രവീൺ എന്ന യുവാവ്. സംഭവത്തിൽ അയിരൂർ പോലീസ് നടപടി സൂചകമായി പ്രവീണിനെ സമീപിക്കുകയും പോലീസിനെ വായടപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ 4 വാർഡും സർക്കാരിനും ഭരണത്തിനുമെതിരെ പലതരം പ്രതിഷേധങ്ങളും സമരങ്ങളുമാണ് കണ്ടുവരുന്നത്. ഇനി ഇതിലും വ്യത്യസ്തമായിട്ട് ആര് ചെയ്യുമെന്ന് കാണാം.